എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോർ ഈ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി എന്ന് നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതിനെ കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഒരു പൂച്ചയുടെയും ഒരു നായയുടെയും ഫയലാണ് നൽകിയിരിക്കുന്നത്. ഇഷ്ടമുള്ള ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് പൂച്ചയെ ഫയലായി സ്വീകരിച്ചവരുടെ റീഡിംഗ് നമുക്ക് നോക്കാം. ആ വ്യക്തി എന്ന് നിങ്ങളിലേക്ക് തിരിച്ചെത്തും. ഇഷ്ട വ്യക്തിയെ ഓർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. ആ വ്യക്തി എന്ന് നിങ്ങളിലേക്ക് തിരിച്ചെത്തും. നിങ്ങൾക്ക് ആ വ്യക്തിയെ ഒരുപാട് ഇഷ്ടമാണ്. ആ വ്യക്തിയോടുള്ള സ്നേഹം നിങ്ങളെപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്. നിങ്ങളെപ്പോഴും ആ വ്യക്തിയുടെ പിറകെ സ്നേഹത്തിനായി യാചിച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹം കിട്ടാനുള്ള യോഗ്യതയുണ്ടോ, അതിനുള്ള അർഹതയുണ്ടോ എന്നുള്ളതൊക്കെ മറ്റു ചോദ്യങ്ങളാണ്. യോഗ്യത ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹത്തെക്കുറിച്ച് ധാരാളമായി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ ഇഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ആഗ്രഹിക്കുന്നു. ആ വ്യക്തി ഇഷ്ടപ്പെടാൻ, ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ഇഷ്ടം എപ്പോഴും നിങ്ങൾക്ക് തന്നെ കിട്ടണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും ആ വ്യക്തി നിങ്ങൾക്ക് ലഭിക്കണമെന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള സ്നേഹം ഒരിക്കലും മായുന്നില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹം കിട്ടാൻ ഒട്ടും അർഹനോ ഒന്നും അല്ലെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ആഗ്രഹിക്കുകയാണ്. എപ്പോഴും ആ വ്യക്തിയുടെ പിറകെ, ആ വ്യക്തിയുടെ സ്നേഹത്തിനായി ഒളിഞ്ഞും പതിഞ്ഞും ഒക്കെ നിങ്ങൾ കൂടെയുണ്ട്. നിങ്ങളെ കൂടെ സ്വീകരിക്കില്ലെങ്കിൽ അത് നിങ്ങൾക്കൊട്ടും താങ്ങാൻ കഴിയില്ല. നിങ്ങളൊരിക്കലും ആ വ്യക്തിയിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ മറ്റൊരാൾക്കും കിട്ടാത്തൊരിടം നിങ്ങൾക്ക് കിട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മറ്റൊരു ആളും അനുഭവിക്കാത്തതാണ്. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കരകയറാനായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലുന്നില്ല, നിങ്ങളുടേത് തന്നെയാണ്, തിരിച്ചെത്താനില്ല, എപ്പോഴും നിങ്ങൾക്കൊപ്പം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് തോന്നൽ മാത്രമാണ്. ആ വ്യക്തി ഒരിക്കലും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നില്ല, അകന്നു പോയിട്ടുമില്ല. നിങ്ങളുടെ സ്നേഹക്കൂടുതൽ കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചില വീഴ്ചകളുള്ളത്, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആത്മപരിശോധന നടത്തേണ്ടതാണ്. അല്ലാതെ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങളെ അവഗണിക്കുന്ന ഒരു നീക്കവും യഥാർത്ഥത്തിലുണ്ടാകില്ല. അടുത്തതായിട്ട് നായയെ ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് എത്താം. ആ വ്യക്തി എന്ന് നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി തന്നെ നിങ്ങളുടെ ജീവിതം മാറ്റിവെച്ചിട്ടുണ്ട്. എപ്പോഴും ആ വ്യക്തിയെ കരുതിയാണ് നിങ്ങൾ ജീവിച്ചു പോകുന്നത്. ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചതുപോലെ മറ്റാരും സ്നേഹിച്ചിട്ടില്ല. ആ വ്യക്തിയെ നിങ്ങളല്ലാതെ മറ്റാരും സ്നേഹിച്ചിട്ടില്ല. എപ്പോഴും ആ വ്യക്തി നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ വ്യക്തിയോടുള്ള ഒരു ആത്മാർത്ഥതകേടും നിങ്ങൾ ഒരിക്കലും കാണിച്ചിട്ടില്ല. ഏറ്റവും ആത്മാർത്ഥമായ ഇഷ്ടം മാത്രമാണ് നിങ്ങൾ ആ വ്യക്തിയോട് കരുതി വച്ചിട്ടുള്ളൂ. പലരും ആത്മാർത്ഥതയില്ലാത്ത സ്നേഹം, ആത്മാർത്ഥതയില്ലാത്ത സമീപനങ്ങൾ അവർ സ്നേഹിക്കുന്നവരോട് കാണിച്ചപ്പോഴും നിങ്ങളെ ആ വ്യക്തി തള്ളിപ്പുറത്താക്കിയാലും, നിങ്ങളെ ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചില്ലെങ്കിൽ പോലും എപ്പോഴും ആ വ്യക്തിയെ കരുതി സ്നേഹിച്ച് മാത്രമാണ് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ വ്യക്തിയല്ലാതെ ഒരു ചോയ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല.
എപ്പോഴും ആ വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ചോയ്സ്. ആ വ്യക്തിക്ക് അപ്പുറത്തേക്ക് ഒരു ചിന്തയും ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചതുപോലെ ആ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിച്ചിട്ടില്ല. നിങ്ങളത് ആഗ്രഹിച്ചിട്ടുമില്ല ഒരു പരിധിക്കപ്പുറത്ത്. കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാനുള്ളൊരവസരം നിങ്ങളുടെ ശക്തി നൽകിയപ്പോൾ അത് മതി, അതിൻ്റെ അപ്പുറത്തേക്ക് തനിക്കൊന്നും വേണ്ട, താനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന നിലപാടാണ് ആ വ്യക്തി സ്വീകരിച്ചത്. ഒന്നും ആഗ്രഹിക്കാതെ ഒന്നും നേടാനും അല്ലെങ്കിൽ ഒന്നും തട്ടിയെടുക്കാൻ ആഗ്രഹിക്കാതെ ആ വ്യക്തിയെ അങ്ങോട്ട് സ്നേഹിച്ചാലും മതി, എന്നെ ഇങ്ങോട്ട് തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിലും എനിക്കൊരു പരാതിയുമില്ല എന്നാണ് നിങ്ങൾ വിശ്വസിച്ചത്. ഇപ്പോഴും അങ്ങനെയാണ്. നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആ വ്യക്തിയെ തരിച്ചാക്കി പോകുമായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ കൊതിക്കുന്നുണ്ട്, എന്നെങ്കിലും എന്നെ മനസ്സിലാക്കി ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥതയുടെ പകുതിയെങ്കിലും ആ വ്യക്തി എന്നോട് കാണിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് കിട്ടണമെന്ന് നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയില്ല. നിങ്ങൾക്കുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഭാഗം പൂർത്തിയാക്കും എന്നുള്ളതാണ്. തിരിച്ചങ്ങോട്ട് സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ഭാഗം പൂർത്തിയാക്കി എൻ്റെ വ്യക്തിയെ സ്നേഹിക്കുമെന്ന് തന്നെയാണ് നിങ്ങൾ കരുതുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളതും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.